മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ അതിലെ ജയപരാജയങ്ങൾക്കും അപ്പുറം മിക്കപ്പോഴും വ്യത്യസ്തമാണ്. പുതുമയുള്ള ഒരു അനുഭവമായിരിക്കും മമ്മൂട്ടിയുടെ മായാബസാർ എന്ന ചിത്രവും. പുതുമുഖങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ സമീപനത്തിലൂടെ തോമസ് സെബാസ്റ്റ്യൻ എന്നൊരു പുതിയ സംവിധായകനെ കൂടി മലയാള സിനിമയ്ക്ക് ലഭിക്കുകയാണ്. സ്നേഹിക്കുന്നവർക്ക് കരള് പറിച്ചു കൊടുക്കുകയും നോവിക്കുന്നവരെ കുത്തിക്കീറുകയും ചെയ്യുന്ന പൊളിക്കൽ രമേശനായി മമ്മൂട്ടിയുടെ മറ്റൊരു കഥാപാത്രം കൂടി അണിയറയിൽ ഒരുങ്ങുന്നു. പ്രസന്നതയും സന്തോഷവുമുള്ള, കരുണയും വിശ്വാസവുമുള്ള രമേശൻ അധ്വാനിയാണ്. പഴയ വാഹനങ്ങളും മോഷ്ടിച്ച വണ്ടികളും പൊളിച്ച് മറിച്ചു വിൽക്കുന്ന ചന്തയിലാണ് രമേശനുമുള്ളത്. പണ്ട് ഇവിടെ വന്ന് കുടിയേറി പാർത്ത ഇപ്പോൾ സ്വന്തമായി ഒരു സാമ്രാജ്യമുള്ള രമേശന് സ്നേഹം മായയോട്, ശത്രുത ഭദ്രനോട്, അല്ലെങ്കിൽ തന്റെ സാമ്രാജ്യത്തിൽ വന്ന് മറ്റൊരു രാജാവായ വരത്തൻ രമേശനോട് ഭദ്രന് ശത്രുതയെന്ന് പറയാം. ഭദ്രൻ മായയെ മോഹിക്കുന്നിടത്താണ് രമേശന് ശത്രുത. ഇവർ തമ്മിലുള്ള പക വളരുന്നതോടെ മായാബസാറിൽ സംഘർഷം നിറയുന്നു. തെലുങ്കിലെ നായിക ഷീലയാണ് മായ എന്ന പേരിൽ മായാബസാറിൽ മമ്മൂട്ടിയുടെ നായികയാകുന്നത്.